ഈ ലോകത്തുള്ള എല്ലാ ജീവികൾക്കും അവരവരുടെ ഉപജീവനത്തിന് ആവശ്യമായുള്ള രീതിയിൽ ബുദ്ധിശക്തിയുണ്ട്. ഇതിൽ ചിലർ തങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന സംഭവങ്ങളിൽ നിന്ന് പാഠം പഠിച്ച് പുതിയ അറിവുകൾ നേടിയെടുക്കാൻ ഉത്സാഹം കാണിക്കുന്നവരാണ്. ഇതിന്റെ ഉദാഹരണമെന്നോണം ഇവിടെ ഒരു പശു ഒരു നീളമുള്ള ബ്രഷ് കടിച്ചു പിടിച്ച് തന്റെ മുതുക് ചൊറിയുന്നത് കണ്ടില്ലേ? അതുപോലെ പറമ്പിൽ മേഞ്ഞു നടക്കുന്ന ഒരു പശുവിന്റെ മുതുകിൽ ഒരു കാക്ക വന്നിരുന്നാൽ അത് ഒന്നും ചെയ്യുകയില്ല. കാരണം പശുവിനറിയാം കാക്കയ്ക്ക് വേണ്ടത് തന്റെ രോമങ്ങൾക്കിടയിൽ പതുങ്ങിയിരിക്കുന്ന മൂട്ടകളെയും ചെള്ളുകളെയുമാണ് എന്നുള്ളത്. അതുപോലെ ഒരു പുഴക്കരയിൽ വായ തുറന്നു കിടക്കുന്ന ഒരു മുതലയുടെ പല്ലുകൾ ക്ലീൻ ചെയ്ത് കൊടുക്കുന്ന പക്ഷികളും കുരുവികളുമുണ്ട്. ഇതാ മനുഷ്യർ കൊണ്ടുകൊടുത്ത പ്ലാസ്റ്റിക് കുപ്പിയിൽ നിന്നും വെള്ളം കുടിക്കുന്ന ഒരു കുരങ്ങ്. മനുഷ്യന്റെ ജനിതക പദാർത്ഥമായ DNA-യോട് 96 മുതൽ 98.8% സാമ്യതയുള്ള DNA ഉള്ള ജീവികളാണ് ചിമ്പാൻസികൾ. അവർക്ക് മിക്ക അവസരങ്ങളിലും മനുഷ്യർ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കാൻ സാധിക്കും. ഇത്തരത്തിൽ പക്ഷി ലോകത്തിലെ അതിബുദ്ധിമാന്മാരാണ് കാക്കകൾ. അവർക്ക് മരപ്പൊത്തിൽ നിന്ന് കമ്പും കോലും ഉപയോഗിച്ച് ഒരു പുഴുവിനെ കുത്തിയെടുത്ത് ശാപ്പിടാനുള്ള കഴിവുണ്ട്. വളരെ കുറച്ചു മാത്രം വെള്ളം ഉണ്ടായിരുന്ന കുടത്തിൽ കല്ലുകളിട്ട് വെള്ളത്തിന്റെ നില ഉയർത്തി ദാഹം തീർത്ത കാക്കയുടെ കഥ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഒരിക്കലൊരു കാക്കയ്ക്ക് ഒരു കായ ലഭിച്ചു. നല്ല കട്ടിയുള്ള പുറന്തോടുള്ള ഒരു കായയായിരുന്നു അത്. ആ കായ പൊട്ടിച്ച് അതിനുള്ളിലുള്ള പരിപ്പെടുക്കാൻ കാക്കയെ കൊണ്ട് സാധിച്ചില്ല. ഒരുപാട് നേരത്തെ പരിശ്രമങ്ങൾക്കൊടുവിൽ കാക്ക ആ കായ വാഹനങ്ങൾ ചീറിപ്പാഞ്ഞു പോകുന്ന റോഡിലേക്ക് ഉപേക്ഷിച്ചു. പെട്ടെന്നൊരു വണ്ടിയുടെ ചക്രം ആ കായയ്ക്ക് മുകളിലൂടെ കയറി ഇറങ്ങിപ്പോയി. അത് പൊട്ടി അതിനുള്ളിൽ ഉണ്ടായിരുന്ന പരിപ്പ് പുറത്തു വന്നു. കാക്ക ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അത് അടുത്ത നിമിഷം തന്നെ ഇത്തരത്തിലുള്ള കായകൾ ഓരോന്നായി കൊത്തിയെടുത്ത് കൊണ്ടുവന്ന് റോഡിലേക്ക് ഇട്ടു. വാഹനങ്ങളുടെ ടയർ കയറി ഇറങ്ങി അതെല്ലാം തവിടുപൊടിയായി വിത്തുകൾ പുറത്തു വന്നു. അതീവ സന്തോഷത്തോടെ കാക്ക അതെല്ലാം ഭക്ഷിച്ചു. ഉപകരണങ്ങൾ ഉപയോഗിക്കാനുള്ള കഴിവ് മനുഷ്യർക്ക് മാത്രമുള്ളതല്ല എന്ന് ഇത് വ്യക്തമാക്കുന്നു. കാക്കകൾക്ക് മാത്രമല്ല, നായ്ക്കൾക്കും പൂച്ചകൾക്കും കന്നുകാലികൾക്കും മറ്റ് മൃഗങ്ങൾക്കും ഷഡ്പദങ്ങൾക്കുമെല്ലാം അസാമാന്യമായ ബുദ്ധിശക്തിയുണ്ട്. മൃഗങ്ങളുടെ ബുദ്ധിശക്തിയും അതിന്റെ സ്വഭാവവും അളക്കുന്നതിനായി ശാസ്ത്രജ്ഞർ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. അത്തരത്തിലുള്ള 2 പരീക്ഷണങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോ. ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്നൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ. കണ്ണാടി നോക്കാത്തവരായി ആരുമില്ലെന്ന് പറയാം. കണ്ണാടിയിൽ നോക്കി മുഖം മിനുക്കുകയും മുടി ഒതുക്കുകയും ഡ്രസ്സ് നേരെയാക്കുകയും സംസാരിക്കുകയും വാക്ധോരണികൾ മുഴക്കുകയും പ്രസംഗങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്നവരുണ്ട്. കണ്ണാടിയിൽ തന്റെ പ്രതിബിംബം കണ്ടതിനു ശേഷം അത് താൻ തന്നെയാണെന്ന് സ്വയം തിരിച്ചറിയാനുള്ള ബോധം മനുഷ്യർക്കുണ്ട്. ഇതിനെ മിറർ സെൽഫ് റെക്കഗ്നിഷൻ അഥവാ MSR എന്നാണ് വിളിക്കുക. എന്നാൽ ഈ ബോധം മറ്റുള്ള മൃഗങ്ങൾക്കുണ്ടോ എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഒരു നായയോ പൂച്ചയോ കരടിയോ കടുവയോ മറ്റേതെങ്കിലും മൃഗത്തെയോ ഒരു കണ്ണാടിക്ക് മുൻപിൽ കൊണ്ടു നിർത്തിയാൽ അവർക്ക് എന്താവും തോന്നുക? കണ്ണാടിയിലെ പ്രതിബിംബം കണ്ട് അത് മറ്റൊരു മൃഗമാണെന്ന് തെറ്റിദ്ധരിച്ച് ചിലപ്പോൾ അവർ ആക്രോശിച്ചേക്കാം. ആ പ്രതിബിംബത്തിനെ ലക്ഷ്യം വെച്ച് വിഫലമായ ഒരു ആക്രമണം അഴിച്ചുവിട്ടേക്കാം. പക്ഷേ മനുഷ്യരെ പോലെ കണ്ണാടിയിൽ പതിയുന്ന തന്റെ സ്വന്തം പ്രതിബിംബത്തെ തിരിച്ചറിയാനുള്ള കഴിവ് ചില മൃഗങ്ങൾക്കുണ്ടെന്ന് പരീക്ഷണങ്ങൾ വ്യക്തമാക്കി തരുന്നുണ്ട്. മിറർ മാർക്ക് ടെസ്റ്റ് എന്ന പരീക്ഷണത്തിലൂടെയാണ് ഇത് തെളിയിക്കപ്പെട്ടത്. എന്താണ് മിറർ മാർക്ക് ടെസ്റ്റ്? ഈ പരീക്ഷണത്തിനായി ഒരു കുരങ്ങച്ചാരെയാണ് തിരഞ്ഞെടുത്തത് എന്ന് കരുതുക. ഈ പരീക്ഷണത്തെക്കുറിച്ചുള്ള യാതൊരുവിധ മുൻപരിചയമോ പരിശീലനമോ ആ കുരങ്ങന് കിട്ടിയിട്ടുണ്ടാകാൻ പാടില്ല. പരീക്ഷണത്തിനായി തിരഞ്ഞെടുത്ത ആ കുരങ്ങന്റെ കവിളിലോ നെറ്റിയിലോ ഏതെങ്കിലും നിറത്തിലുള്ള ചായം ഉപയോഗിച്ച് നമ്മൾ ഒരു പൊട്ട് കുത്തിയിട്ടുണ്ടാകും. ഈ പൊട്ട് നെറ്റിയിലോ കവിളത്തോ ആയതുകൊണ്ട് ആ കുരങ്ങച്ചന് ഒരു കണ്ണാടിയുടെ മുന്നിൽ നിന്നാൽ മാത്രമേ ഇത് കാണാനാകൂ. ഇത്തരത്തിൽ പൊട്ടുകുത്തിയ ആ കുരങ്ങനെ ഒരു കണ്ണാടിക്ക് മുൻപിൽ കൊണ്ടു നിർത്തും. കണ്ണാടിക്ക് മുന്നിൽ എത്തുന്ന കുരങ്ങൻ തന്റെ പ്രതിബിംബത്തെ കൺമുന്നിൽ കാണും. ആ പ്രതിബിംബം കണ്ട് തന്റെ നെറ്റിയിൽ ഒരു പൊട്ടുള്ളത് മനസ്സിലാക്കുന്ന കുരങ്ങൻ തന്റെ നെറ്റിയിൽ തൊട്ടുകൊണ്ട് ആ പൊട്ട് മായ്ച്ചു കളയാൻ ശ്രമിച്ചാൽ ഈ ടെസ്റ്റ് പാസ്സാകും. ഈ പരീക്ഷണത്തിന് വിധേയരായ ഭൂരിഭാഗം ജീവികളും ഇതിൽ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ആയിരക്കണക്കിന് വർഷങ്ങളായി മനുഷ്യരുടെ ഒപ്പമുള്ള മനുഷ്യരുടെ കൂടെ ഇടപഴകി പോന്ന നായ്ക്കളും പൂച്ചകളും ഈ ടെസ്റ്റിൽ വിജയിക്കുമെന്ന് കരുതിയെങ്കിലും പരാജയപ്പെടുകയാണ് ഉണ്ടായത് എന്നുള്ളതൊരു കൗതുകകരമായ കാര്യമാണ്. വലിയ തലച്ചോർ ചിമ്പാൻസികളെ പോലെയുള്ള ആൾക്കുരങ്ങുകൾ അഥവാ ഗ്രേറ്റ് എയ്പ്സ്, ആനകൾ, ഡോൾഫിനുകൾ, കാക്കകളും കാക്കകളുടെ ബന്ധുക്കളായ മാക്പി പക്ഷികൾ എന്നീ ജീവികൾ മാത്രമേ ഈ ടെസ്റ്റ് പാസ്സായിട്ടുള്ളൂ. പക്ഷേ ഈ പരീക്ഷണത്തിൽ എല്ലാവരെയും ഞെട്ടിച്ചൊരു ജീവിയുണ്ട്. കടലിന്റെ ഡോക്ടർ എന്ന് അറിയപ്പെടുന്ന മനുഷ്യരുടെ ഒരു വിരലിന്റെ മാത്രം വലുപ്പമുള്ള ഒരു മത്സ്യമുണ്ട്. നീലയും കറുപ്പും മഞ്ഞയും നിറങ്ങൾ പടർന്ന ശരീരമുള്ള ബ്ലൂ സ്ട്രീക്ക് ക്ലീനർ റാസ് എന്ന പൊതുവെ അറിയപ്പെടുന്ന കുട്ടി തലച്ചോറുള്ള ഈ മത്സ്യം മിറർ മാർക്ക് ടെസ്റ്റ് പാസ്സായിട്ടുണ്ട്. ലാബ്രോയിഡ് ഡിമിഡിയേറ്റസ് എന്ന ശാസ്ത്രനാമമുള്ള ഈ മീൻ പൊതുവെ മറ്റുള്ള മത്സ്യങ്ങളുടെ ശരീരത്തിലെ പ്രായമായി മരണത്തിന് കീഴടങ്ങിയ കോശങ്ങളെയും പരാതങ്ങളെയും ശാപ്പിട്ട് പെഡിക്യൂറും മാനിക്യൂറും ഹോൾ ബോഡി ചെക്കപ്പും ഒക്കെ ചെയ്തു കൊടുക്കുന്നവരാണ്. അതുകൊണ്ടാണ് ഇവരെ കടലിലെ ഡോക്ടർമാർ എന്ന് വിളിക്കുന്നത്. ശാസ്ത്രജ്ഞർ ഈ മത്സ്യത്തിന്റെ തൊണ്ടയിൽ ഒരു പുള്ളി വരച്ചു കൊടുത്തു. അക്വേറിയത്തിന്റെ വശങ്ങളിൽ ഘടിപ്പിച്ചിരുന്ന കണ്ണാടിയിലൂടെ ആ മീൻ തന്റെ തൊണ്ടയിലുള്ള പുള്ളി കണ്ടു. ആ പുള്ളി കണ്ട ഉടനെ മീൻ എന്ത് ചെയ്തെന്നോ? അക്വേറിയത്തിന്റെ അടിത്തട്ടിലുള്ള മണലിൽ തൊണ്ട ഉരച്ച് അത് മായ്ച്ചു കളഞ്ഞു. മാത്രമല്ല പൂർണ്ണമായും ആ പുള്ളി മാഞ്ഞു പോയോ എന്ന് കണ്ണാടിയിൽ നോക്കി ഉറപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് രസകരമായ കാര്യം. 0 അഥവാ 0 എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്ത അവസ്ഥ അല്ലെങ്കിൽ ശൂന്യത എന്നാണല്ലോ ഉദ്ദേശിക്കുന്നത്. ഒന്നുമില്ലായ്മയെ തിരിച്ചറിയാനുള്ള കഴിവുള്ളവരാണ് മനുഷ്യരും ഡോൾഫിനുകളുമൊക്കെ. പക്ഷേ ചെറിയ ശരീരവും തലച്ചോറുമുള്ള ജീവികൾക്ക് ഇതിനുള്ള കഴിവുണ്ടാകുമോ?
നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? സാധാരണ എപ്പിസ് മെല്ലിഫെറ വിഭാഗത്തിൽപ്പെടുന്ന ഒരു വൻ തേനീച്ചയുടെ തലച്ചോറിന്റെ ഭാരം അത് 0.001 ഗ്രാം അഥവാ 1 മില്ലിഗ്രാം ആണ്. അതായത് ഒരു കടുകിനേക്കാളും കുറവ് ഭാരം. 1.5 കിലോഗ്രാമിനടുത്ത് ഭാരമുള്ള തലച്ചോറുള്ള ജീവികളാണ് മനുഷ്യർ എന്നോർക്കണം. ഇത്തരത്തിലുള്ള ഇത്തിരി കുഞ്ഞൻ തലച്ചോറുള്ള തേനീച്ചകൾക്ക് ഒന്നുമില്ലാത്ത ശൂന്യമായ അവസ്ഥയെയും എണ്ണത്തെയും ഒക്കെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ടോ എന്ന് പരിശോധിക്കാനായി ശാസ്ത്രജ്ഞർ ഒരു പരീക്ഷണം നടത്തി. ഇതിനായി ഒരു കൂട്ടം തേനീച്ചകൾക്ക് മുൻപിലായി ശാസ്ത്രജ്ഞർ കുറെ കാർഡുകൾ കൊണ്ടുവച്ചു. അതിൽ ഓരോ കാർഡിലും 1 മുതൽ 5 വരെ പുള്ളികൾ ഉണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ ഏറ്റവും കുറവ് പുള്ളികളുള്ള കാർഡിൽ വന്നിരുന്ന തേനീച്ചകൾക്ക് ശാസ്ത്രജ്ഞർ മധുരം നൽകി. ബാക്കി കാർഡുകളിൽ പോയിരുന്നവർക്കാകട്ടെ നൽകിയതുമില്ല. പുള്ളികളുടെ നിറവും ആകൃതിയും എണ്ണവുമൊക്കെ മാറ്റി പിന്നീട് കുറെ പ്രാവശ്യം അവർ ഈ പരീക്ഷണം ആവർത്തിച്ചു. ഒടുവിൽ ഈച്ചകൾക്ക് ഏറ്റവും ചെറിയ പുള്ളികളുള്ള കാർഡിൽ ചെന്നിരുന്നാൽ മാത്രമേ ആഹാരം കിട്ടുകയുള്ളൂ എന്ന കാര്യം മനസ്സിലായി. ഇതിനൊക്കെ ശേഷം ശാസ്ത്രജ്ഞർ അവസാനഘട്ട പരീക്ഷണത്തിലേക്ക് കടന്നു. ഇപ്രാവശ്യം അവർ ഈച്ചകൾക്ക് മുന്നിൽ 2 കാർഡുകൾ കൊണ്ടുവച്ചു. അതിലൊരു കാർഡ് ശൂന്യമായിരുന്നു. അതിൽ യാതൊരുവിധ പുള്ളികളും ഇല്ലായിരുന്നു. മറ്റേ കാർഡിലാകട്ടെ 2 പുള്ളികൾ ഉണ്ടായിരുന്നു. ഇതുവരെ പുള്ളികളുള്ള കാർഡുകളെ മാത്രം കണ്ട് ശീലിച്ച, താരതമ്യം ചെയ്ത് ശീലിച്ച തേനീച്ചകളെ സംബന്ധിച്ചിടത്തോളം ആ ശൂന്യമായ കാർഡ് ഒരു പുതിയ സംഗതിയായിരുന്നു. അവർ ഇതുവരെ അങ്ങനൊന്ന് കണ്ടിട്ടേ ഇല്ലായിരുന്നു. പക്ഷേ ഇത്തരമൊരു സാഹചര്യത്തിൽ പകച്ചു പോകാതെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ആ തേനീച്ചകൾ 2 പുള്ളികളുള്ള കാർഡിൽ ഇരിക്കാതെ ശൂന്യമായ കാർഡിലാണ് ചെന്നിരുന്നത്. 2 പുള്ളികളെക്കാൾ അല്ലെങ്കിൽ 2 എന്ന സംഖ്യയേക്കാൾ മൂല്യം കുറഞ്ഞ ഒന്നാണ് ആ ശൂന്യമായ കാർഡ് എന്ന് മനസ്സിലാക്കാനുള്ള വിവേചന ബുദ്ധി ആ തേനീച്ചകൾ കാണിച്ചു. ശൂന്യമായ കാർഡിനൊപ്പം 1, 3, 4, 5 എന്നിങ്ങനെ പുള്ളികളുള്ള കാർഡുകളും വെച്ചുകൊണ്ട് ഈ പരീക്ഷണം ശാസ്ത്രജ്ഞർ പലവട്ടം ആവർത്തിച്ചു. പക്ഷേ എല്ലായ്പ്പോഴും തേനീച്ചകൾ തിരഞ്ഞെടുത്തത് ശൂന്യമായ കാർഡ് ആയിരുന്നു. ഈ പരീക്ഷണത്തിൽ വിജയിച്ചതോടുകൂടി ഒരു കടുകുമണിയേക്കാൾ ഭാരം കുറഞ്ഞ തലച്ചോറുള്ള തേനീച്ചകൾ മനുഷ്യന്റെ കണ്ണു തള്ളിച്ചു എന്ന് വേണം പറയാൻ. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളായി അറിയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഉടനെ എത്താം. നന്ദി.